ചേട്ടാ ഒരു മാജിക് കാണിച്ചു തരുമോ? ആ ഇതെന്തത്? ഇത് ചേട്ടന്റെ കൈ. എന്റെ വലത്തെ കൈ. ഈ തന്തവരിലേക്ക് കണ്ടോ? ഇതെന്റെ ഇടത്തെ സൈഡിലിരിക്കുന്നു. ഈ തന്തവരിൽ ഞാൻ ഇളക്കി പറിച്ച് ഇപ്പുറത്തെ സൈഡിലേക്കാക്കട്ടെ. ശ്രദ്ധിച്ചിരിക്കണം, നോക്കണം. ഞാൻ മന്ത്രം തുടങ്ങാൻ പോകുന്നു. ഓംകാലം നെയ്ത്തുകാലം ശുക്രാനമണ മഞ്ഞപ്പൊടി. നീ വിളിക്കുമ്പോ ഞാൻ വരും, ഞാൻ വിളിക്കുമ്പോ നീ വരിക്കും. നോക്കണം. ദിവരിൽ മാറാൻ പോകുന്നു. ഓം ബുംബ ജീ ബുംബ പോ ചേട്ടാ. ഇനി മാജിക് ഒന്നുമില്ല. ഇനി ഞാൻ എന്റെ ഡ്യൂട്ടിയിലേക്ക് കിടക്കട്ടെ. ഞാൻ വഴക്കാം. അയ്യോ പ്രശ്നമായോ? ഹലോ പണിങ്ങേക്ക ഇവിടെ വയ്ക്കാൻ. ഇനി ഞാൻ വേറെ നമ്പർ കാണിച്ചു തരാം. ഇത് കണ്ടോ ഒറ്റക്കോയൻ? ഇത് അല്ലേതാക്കട്ടെ. നോക്കിക്കോ. ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് കണ്ടാ നോക്ക്. ചേട്ടന്റെ ഉടനെ പോലല്ലോ. ഞാനൊന്ന് ആശുപത്രി പോയിട്ട് വേഗം വരാം. അയ്യടി മോളെ, നീ ഇപ്പൊ അങ്ങോട്ട് പോണ്ട കേട്ടോ. നീ അങ്ങോട്ട് പോയാലേ ആ വലിയ ഫാമിലി മൊത്തം ഇങ്ങോട്ട് വലിഞ്ഞു വരും. അതുകൊണ്ട് ഞാൻ കൊണ്ടു കൊടുക്കാം. തരപ്പെടാണെങ്കിൽ നിന്റെ ചേച്ചിക്ക് ഞാൻ അവിടെ കട്ടിൽ ശരിയാക്കി കൊടുക്കട്ടോ. വന്നിട്ട് വേറെ നമ്പർ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് പോ ചേട്ടാ. ഗുളിക തീർന്നല്ലോ. ഞാൻ പോയി ഗുളിക വാങ്ങിച്ചിട്ട് വരാം. ആ ഇതിനിടയ്ക്ക് സുമതി എങ്ങാനും ചോറും കൊണ്ട് വരികയാണെങ്കിൽ ചേട്ടൻ ചോറുണ്ടോ? അല്ല, നീ ആ മാധവന്റെ കൂടെ നടക്കണ സുഗുണനല്ലേ? അല്ല, ഞാൻ ആ മാധവന്റെ കൂടെ നടക്കുന്ന സുണുകൻ. എന്തൊക്കെ കാര്യങ്ങൾ അറിയണ്ടേ? അയ്യോ എന്റെ സുഗുണ, അവളെ ചോറ് നിന്റെ തന്നു വിട്ടോ? ചേച്ചി നല്ല പാർട്ടിയാ. പ്രായപൂർത്തിയായി റോഡ് നിറഞ്ഞേക്കണ അവളെ ആശുപത്രിയിലേക്ക് അങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടാൻ എനിക്ക് കുറച്ച് തന്നുണ്ട്. അതെ, നീ എന്തിനാ തന്നെ പെടുന്നത്? അല്ലെ, ചേച്ചി മെല്ലെ കൈയും കാലും ഒടിഞ്ഞ് ചേട്ടന്റെ കൂടെ ചേർന്ന് വലിച്ചിറക്കാൻ തീരുമാനിച്ചാ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ തന്നെ വേണ്ടേ? ഒന്നുമില്ല, എവിടെ പറഞ്ഞ നിന്റെ കരുനാക്ക് വെച്ചൊന്നും പറയില്ലേ. നീ ഇവിടെ വന്നേ. എന്റെ ചേച്ചി വാർഡിലേക്ക് പോണേന് വരെ മുകളിലേക്ക് പോണേ. എവിടേക്ക് പോണേ ചേച്ചി? അതെ, ടെറസിൽ ഞാൻ കുറച്ച് തുണി വിരിച്ചിട്ടുണ്ട്. മഴ പറഞ്ഞതിന് മുമ്പ് എന്റെ സുഗുണ നീ അതൊന്ന് എടുത്തു വെക്കോ. ചേച്ചി എവിടേക്ക് പോണേ? സർക്കാർ ആശുപത്രി അല്ലേ, ഒരു മരുന്നും കിട്ടില്ല. എല്ലാം വെളിയിൽ നിന്ന് വാങ്ങണം. മരുന്ന് മാത്രല്ല, ശവപ്പെട്ടിയും ആംബുലൻസും പുറത്തുനിന്ന് വിളിക്കേണ്ടി വരും. എന്ത്? അല്ല, പുറത്ത് ഭയങ്കര മഴ. ഞാൻ മോളിൽ പോയിട്ട് തുണി എടുത്ത് വെച്ചിട്ട് ചേട്ടന് ചോറ് കൊടുത്തേക്കാം. ചേച്ചി പോയി മരുന്ന് മേടിച്ചേക്ക്. അതിങ്ങോട്ട് തന്നേക്ക്. ഓ എന്റെ മോശായിട്ടല്ലോ ഇത്. ഇവരെന്താ മസിൽ കച്ചവടക്കാരോ? എന്താണെന്ന് അറിയണല്ലോ. ഞാൻ എങ്ങനെ ആവാൻ പറ്റും നോക്കട്ടെ. ഇതിന് ഡബിൾ ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കിക്കോട്ടോ. ഭയങ്കരി ഈ വഴി പോയാൽ അവരുടെ കൺമുമ്പിൽ ചെന്ന് പെടും. അത് വേണ്ട, പുറകുവശത്തുള്ള പൈപ്പ് ലൈൻ വഴി കയറാം. ചെന്ന ഉടനെ അവന്റെ തലമുണ്ട നോക്കി ഒറ്റയാടി. ഇതെന്താ ചങ്ങാതി? എന്ത് പണിയാ നാരായണ നിങ്ങൾ ഈ കാണിച്ചത്? എന്താവശ്യത്തിന് ആ പൈപ്പിന്റെ മുകളിൽ വലിഞ്ഞു കയറിയത്? നീ ഇങ്ങോട്ട് വന്നാ പിന്നെ കടയിൽ ആരാ ഉള്ളത്? ഞാൻ ആ മാജിക് മത്തായി അവിടെ നിർത്തിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പലഹാരങ്ങൾ മുഴുവൻ മാജിക് ആയിട്ട് അവന്റെ വയറ്റിൽ പോയി കാണും. വേദനയുണ്ടോ ഏട്ടാ?
അയ്യോ, പകുതിക്ക് ശേഷം ആ സീറ്റ് എടുത്ത് കവർ ചെയ്യാൻ. വണ്ടി കൊണ്ടുവന്നിട്ടുണ്ടോ? ആരും കാണാൻ ആരും കാണാണ്ട് ദൂരെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. പെൺകുട്ടീന്റെ ഫോട്ടോ അത് പിന്നെ നമ്മൾ കൊണ്ടുവരാണ്ടിരിക്കുക. എന്തോ മലമുറി അൻസാരിന്റെ പൊരയില് പെൺകുട്ടികൾ 5 എല്ലാ ഒന്നിനൊന്നും മെച്ച. ആദ്യം നമുക്ക് അങ്ങോട്ട് പോകാം ഹാജിയാരെ. അല്ല, ഈ 5 ഒരൊറ്റടിക്ക് ഞമ്മക്ക് ഒരു കെട്ടിച്ചു. 5 അല്ല 50 പേരെ പോറ്റാനുള്ള കഴിവ് ഹാജിയാർക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അത് ശരി. ഈ ദുനിയാവില് വേറെ ആരറിഞ്ഞാലും വേണ്ടിയില്ല, ഞമ്മള് മോ പുസ്തകത്തിലാണ്. അള്ളാണ് നമ്മൾ അറിയിക്കില്ല. നിങ്ങൾ കേറുന്നു. വണ്ടി വിട്. എങ്ങോട്ടാണ്? മലമൂർ അൻസാരിന്റെ അടുത്ത് പോണോ മലപ്പുറം അയമുട്ടിന്റെ അടുത്ത് പോണോ? എന്തേ വാപ്പ പോണ്ടേ? മാണ്ട മോനെ പോണ്ട. കള്ള നായിന്റെ മോനെ അല്ല കൊറേ കാലം ഞാൻ തിരഞ്ഞെടുക്കണേ. ഇന്ന് ഞാൻ ശരിയാക്കടാ. അള്ളാണ് നമ്മളൊന്നും അറിഞ്ഞില്ല മുസ്തഫ. അറിയാൻ പോണോല്ലടാ. പൊന്നു മുസ്തഫ ബാപ്പ തമാശ കളിച്ചല്ലേ. എന്റെ പൊന്നടിക്കണേ തമാശ. അങ്ങോട്ട് നടക്കാനാ പറഞ്ഞത്. ഇവനെന്ന് വെറുതെ വിടരുത്. ഇവൻ വാപ്പനെ ഇരുവോ? ഇവനെ പെണ്ണുങ്ങളാണല്ലേ? നല്ലേ ആളുകെട്ട പെൺവാണിപ്പാന്ന് കരുതു. മിണ്ടി പോരുത്. എന്നാ ഞാൻ ഐസ്ക്രീം മാറി പോവേ. മലമൂരി അയമുട്ടിന്റെ വീട്ടിൽ എത്ര കുട്ടികളാന്ന് പറഞ്ഞു? 5. 5. എത്ര പ്രായം? ഏറ്റവും ഇളയത് 9ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഓളെ ഫോട്ടോ ഉണ്ട് എന്റെ അടുത്ത്. ഫോട്ടോ ഉണ്ട്. അതെ, പ്രായത്തിൽ കൂടുതലാണ്. എന്നാലും സാരല്ലേ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കയറുവണ്ടിയിൽ ദുനിയാവിൽ ആരറിഞ്ഞാലും നമ്മളെ ബാപ്പത് അറിയരുത്. അതള്ളാണ് നമ്മൾ അറിയിക്കില്ല. ഡ്രൈവറെ ഇങ്ങോട്ട് വാ. ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത ഹോട്ടൽ ഉടമയെ 5 വർഷം കഠിന തടവിന് വിധിച്ചു. മായം ചേർത്താൽ 5 വർഷം വരെ കഠിന തടവ് കിട്ടും. കിട്ടുന്നല്ലേ ഈ പത്രത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്? ഇതാണ് ഞങ്ങൾ പറയുന്നത്, ഇന്ത്യൻ നിയമവ്യവസ്ഥയെ ശരിയല്ലെന്ന്. ഈ രാജ്യത്ത് എത്രയോ പേരെ പട്ടാപ്പോൾ കൊല്ലാക്കൾ ചെയ്യുന്നു. റോഡിൽ നടന്നാൽ പീഡനം, ബസ്സിൽ കയറിയ പീഡനം, ഫ്ലൈറ്റിൽ കയറിയ പീഡനം, ഫ്ലാറ്റിൽ ചെന്നാൽ പീഡനം. അവരെയൊന്നും പിടികൂടാനും ശിക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. ജീവിക്കാൻ വേണ്ടി റേഷനറിയിൽ കുറച്ച് കല്ല് വാരിയിടുന്നവനെയും മണ്ണെണ്ണ പെട്രോളാക്കി വെക്കുന്ന പാവങ്ങളെയും പാലിൽ സ്വല്പക്കോളം വെള്ളം ചേർത്ത് വിൽക്കുന്ന പാവപ്പെട്ടവരെ പിടിച്ച് ജയിലിറക്കും. ഇതല്ലേ ഡാൽഡ? അതാണ് ടാഡ. ഓഹോ, അങ്ങനെയൊക്കെയോ? എനിക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അയ്യോ, ഇപ്പൊ തന്നെ വൈകി ചേട്ടാ. ഒരുപാട് വീട്ടിൽ പോണതാ. അതൊക്കെ എനിക്കറിയാം. എടാ, നീ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് 30 ലിറ്റർ പാല്. ലിസ്റ്റും പ്രകാരം വീടുകളിൽ കൊടുക്കുന്നത് 30 ലിറ്റർ പാല്. 30 പ്രശ്നം തീർന്നല്ലോ. പിന്നെന്താ കുഴപ്പം? എടാ, ഞാൻ അറിയാത്ത ചില കല്യാണ വീടുകളിലും മറ്റു ചില വീടുകളിലും നീ പാല് കൊടുക്കുന്നുണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു. ആ പാലേതാ? ഗോപാൽ. ഗോപാൽ ചേട്ടാ, ചേട്ടൻ ആരോ പറഞ്ഞു പറ്റുന്നതാ. എന്നെ അത്രക്ക് വിശ്വാസമില്ലേ? പിന്നെ നീ ഹരിചന്ദ്രനല്ലേ? എന്തായാലും ഇത് തെളിയിക്കാതെ പറ്റില്ലല്ലോ. എന്താടാ ഇത്? എന്നതാടാ ഇത്? എന്നതാടാ ഇത്? നിനക്കൊന്നും അറിയത്തില്ലല്ലേ? എടാ, പാൽ കച്ചവടത്തിന്റെ ABCD പഠിച്ചു വളർന്നവനാ ഞാൻ. പക്ഷെ ഈ പണി ഞാൻ ചെയ്തിട്ടില്ല. നീ കാരണം എനിക്കാ കെട്ടപ്പേരുണ്ടായത്. ഇനി മേലിൽ നിന്നെ എന്റെ മുമ്പിൽ കണ്ടുപോരുത്. പോടാ. എടാ പോടാ. ചേട്ടാ, ഇനി ഞാനൊരു സത്യം പറയട്ടെ. എന്നോട് പാലിൽ വെള്ളം ചേർത്ത് വിൽക്കാൻ പറഞ്ഞത് ഗോപാലകൃഷ്ണനാ. പത്രത്തിൽ പരസ്യം കൊടുക്കണം, ഫേഷ്യൽ ചെയ്യണം, കത്തയക്കണം. ഇതിനൊക്കെ പണം കണ്ടെത്താൻ ഇതൊക്കെ എന്നെ അവനാ പഠിപ്പിച്ചത്. എന്റെ കൃഷ്ണ, പൂട്ടി മോനെ പൂട്ടി. നിന്റെ പണി പൂട്ടി. ചെസ് കളിയിൽ ഈ രമണനെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. നിനക്കെന്നല്ല ഒരുത്തനും. ഈ പുണത്താങ്കര പഞ്ചായത്തിൽ ജനിച്ചു പോയത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ ഞാൻ ഒരു ആഗോള പ്രതിഭാസമായേനെ.
Gokulam house? I'm Sandra from America. I got an application regarding marriage proposal. So I have to see the person. By any chance, are you Mr. Gopalkrishnan? Wow! You're so handsome! Gopalkrishnan! I really like you. പട്ടാപ്പകൽ എന്റെ വീട്ടുമുറ്റത്ത് കയറി വന്ന് തെമ്മാടിത്തരം കാണിക്കുന്നു. ആരാ ഇവള്? എനിക്കെങ്ങനെ അറിയാ? അമേരിക്കന്ന് മാത്രമാണ് ഞാൻ കേട്ടത്. പിന്നെ പണ്ടാറ് പീഡനമായിരുന്നു. Mr. Gopalan Nair? My father-in-law! ഇങ്ങനെയാണ് എനിക്ക് സംഭവിച്ചത്. ഭാഷ അറിയാത്തതിലേക്ക് ഒരു കുഴപ്പമായി. Country fellow, I will shoot you. നിങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാം. മോളെ ആരാന്ന് ചോദിക്ക്. Who are you? ഇംഗ്ലീഷിൽ ചോദിക്കടി. Why did you come here? എന്തിനാ വന്നതെന്ന് ചോദിച്ചാ നമ്മുടെ ഭാഷ നേരത്തെ അറിഞ്ഞെങ്കിൽ ഞാൻ ഇത്ര പീഡന സഹിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്ന. നിർത്തടാ. എടി കൊച്ചേ, നീ എന്തിനാ വന്നേ? നിങ്ങളുടെ മകന് എന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമാണെന്ന് പറഞ്ഞൊരു കത്ത് വന്നിരുന്നു. എന്നാ പിന്നെ നേരിട്ട് വന്ന കാര്യം തിരക്കാമെന്ന് കരുതി. കണ്ടു, ഇഷ്ടപ്പെട്ടു. ഇനി എന്നെ കല്യാണം തീരുമാനിച്ചാൽ മതി. അവന് കിട്ടുന്ന പണിയാണല്ലോ എനിക്ക് മാറി കിട്ടിയത്. എന്റെ മോനെ നിനക്ക് കല്യാണം കഴിക്കണം അല്ലേ? എടാ ഗോപാലകൃഷ്ണ, എന്തിനാ അലറുന്നേ? മോൻ അടുത്ത് നിപ്പുണ്ടല്ലോ. ഇവനാ എന്റെ മകൻ. അയ്യടാ, എവിടാ ഗോപാലകൃഷ്ണൻ? അവൻ മുങ്ങി. പറയുന്നത് വിഷമമുണ്ട്. ഞാനല്ല നിങ്ങൾ ഉദ്ദേശിച്ച ആൾ. എന്തൊക്കെയാ ചെറുക്കൻ കാട്ടി കൂട്ടണേ? കൊച്ചേ, എന്റെ മകന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ച വികൃതികളാ. അത് മോൾ അങ്ങോട്ട് ക്ഷമിച്ചുകളാ. എന്തായാലും എനിക്ക് നിങ്ങളുടെ മോനെ ഒന്ന് കാണണം. വീട്ടിൽ വരുന്ന അതിഥികളോട് അപമര്യാദയായിട്ട് പെരുമാറും. ബാംഗ്ലൂര് വലിയ ജോലി തിരക്കാന്നൊക്കെ പറഞ്ഞിട്ട് കള്ള കുടിക്കും തീറ്റയ്ക്കും യാതൊരു കുറവും ഇല്ലല്ലേ? എന്നാര് പറഞ്ഞു? വയറ് കണ്ടാൽ അറിയില്ലേ? അത് കുടിച്ചിട്ടൊന്നുമല്ല. അല്ല, ഇത് ഏത് കമ്പനിയാ? ഇത് പുതിയ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാ. അമേരിക്കയിലായിരുന്നു തുടക്കം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പൊ ബാംഗ്ലൂരും തുടങ്ങി. പക്ഷെ ഇത്രയും ക്ലിക്കാവുന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് നല്ലതല്ലേ? നിനക്ക് നല്ലതാ. ഇത് മാസാമാസം വികസിച്ചു വരുന്ന ഒരു കമ്പനിയാ. അതിന്റെ ഭാരം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണം. അപ്പോ അതിന്റെ ഹെഡ് ചേട്ടനാ? ഹെഡ് ഒരു ഡോക്ടറാ. ഞാനാ അതിന്റെ മാനേജർ. അല്ല, ഈ പ്രോഡക്റ്റിന് പേരൊന്നും ഇല്ലേ? 10 മാസം കഴിയുമ്പോ പേര്. അല്ല, ഈ 10 മാസം 28 ദിവസം കഴിയുമ്പോ പേരിടും. അതെന്താ 28 ദിവസം? എടി, 10 മാസം വരെ ഈ പ്രോഡക്റ്റിന്റെ പരീക്ഷണമല്ലേ. അത് കഴിഞ്ഞാൽ ഗംഭീര പബ്ലിസിറ്റിയോടുകൂടി വിപണിയിൽ ഇറക്കും. അപ്പൊ പേരിടും. എങ്കിൽ പിന്നെ ആ കമ്പനിയിൽ എനിക്കൂടെ ഒരു ജോലി ശരിയാക്കി കൂടെ? ഏയ്, അവിടെ സ്ത്രീകൾക്ക് ഒരു ചാൻസും ഇല്ല. അയാൾക്ക് ആണുങ്ങളെ മാത്രം മതിയെന്ന്. അതെ, ഇങ്ങനെ ഓടി നടക്കാതെ ഇതിലെങ്കിലും ചേട്ടനൊന്ന് ഉറച്ചു നിൽക്കണം. ഈ കമ്പനി ഗംഭീരമായിട്ട് വിജയിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. ഈ പാലങ്ങോട്ട് കുടി. അയ്യോ വേണ്ട, ഇപ്പൊ വേണ്ട. പെണങ്ങല്ലേ, ഈ പാല് കുടി. ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞ? അതെ, കൊന്നുകളയും ഞാൻ. ചുമ്മാ പറഞ്ഞ ചേട്ടായി, മോൻ കുടി. ഓക്കെ. അപ്പൊ കാശ് വാങ്ങിച്ചു കൊച്ചിനെ കൊടുക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നടക്കില്ല. നിനക്കറിയോ, സമയാസമയം ഈ കൊച്ചിന് ആഹാരവും പാലൊക്കെ നിനക്കൊണ്ട് തരുന്നത് എന്റെ കൊച്ചിന്റെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. മക്കളെ, പപ്പയെ വിട്ടു പോവല്ലേടാ. ഇവൻ കൊടുത്താലും നീ എന്നെ വിട്ടു പോവല്ലേടാ. എന്റെ പൊന്നല്ലേടാ, പപ്പയെ വിട്ടിട്ട്. ഞാൻ എന്റെ സഹോദരി അയക്കുന്ന കാര്യം പറഞ്ഞേ. അതിന് നീ ഏത് കാട്ടിലാ കൊണ്ടുകളാ? എനിക്കെന്ത്? ഇത്തവണ ധർണയ്ക്ക് ഞാൻ മുമ്പിൽ നിൽക്കില്ല എന്ന് പറഞ്ഞാൽ നിൽക്കില്ല. കാരണം മിക്കപ്പോഴും അടി എനിക്കാണ് ആദ്യം. ഞാൻ അവിടെ എല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. നീ അങ്ങോട്ട് ചെന്നാ മതി. ഗോപാലകൃഷ്ണൻ, ഈ സമയത്ത് കുറച്ച് ഓടുന്നോണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇതും വെച്ചോണ്ട് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ട് ഇറങ്ങി ഓർഡർ. അതേ നിന്റെ അളിയൻ വന്ന് നിൽക്കുന്നു. ഗോപാലകൃഷ്ണൻ അല്ല. അയ്യോ, തല കുടിക്കോ? ആ പോയത് ഗോപാലകൃഷ്ണൻ അല്ലേ? അറിയില്ലാന്നേ. അയാൾ പിന്നെ ഓടിയ തന്നെ കണ്ടപ്പോ അയാൾ എവിടെ ചോദിക്കേ?
ഇയാൾക്ക് എന്താ വരയുടെ അസുഖമുണ്ടോ? എന്താ തിരയുന്ന? എന്റെ കാറ് കാണാനില്ല, അല്ല മൊബൈല് കാണാനില്ല. ഞങ്ങൾ സഹായിക്കണോ? വേണ്ട. ആ പോയത് ഗോപാലകൃഷ്ണൻ. അപ്പൊ അയാളുടെ കൂടെ നിങ്ങളുടെ പേരെന്താ? പാലാരിവട്ട ശശി. ശശി. അപ്പൊ അളിയനല്ല? അല്ല. വാടാ. ബോധം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ? അയ്യോ, ചേട്ടനും ഗർഭമുണ്ടല്ലേ? നല്ല വയറ്. ഇനി ഗോപാലകൃഷ്ണനാണെന്ന് എനിക്ക് തോന്നിയായിരിക്കോ? ആയിരിക്കും. ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് അറിയോ? പാർട്ടിയിലെ അണികളാണെന്ന് പറഞ്ഞു.